ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ലോഗറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മൾ പാസ്വേഡ് സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീപാഡിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഉള്ള സോഫ്റ്റ്വെയർസോ ഹാർഡ്വെയർസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ ലെറ്ററുകളുടെ സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ കീപാഡിൽ കീ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഓരോ കീക്ക് ഓരോ സെപ്പറേറ്റ് സൗണ്ടാണെന്ന് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ആ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ കീ ലോഗർ അല്ലെങ്കിൽ സ്പൈവെയർ, അതർ സ്പൈവെയർ ടെക്നോളജിയെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാം, നമുക്ക് കീ ലോഗറിനെ കുറിച്ച് നോക്കാം. എന്താണ് കീ ലോഗേഴ്സിനെ കുറിച്ച് നോക്കാം. കീ ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കീ സ്ട്രോക്ക് ലോഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്മുടെ യൂസർ നെയിമുകളോ പാസ്വേഡോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ വേറൊരാൾ മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് കീ ലോഗേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുമെന്ന് നോക്കാം. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഹാർഡ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കീ സ്ട്രോക്കുകൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കീ സ്ട്രോക്കുകൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് സാധിക്കും. ഇപ്പോൾ ഹാർഡ്വെയർ കീ ലോഗേഴ്സ് ആർ സ്മോൾ ഹാർഡ്വെയർ ഡിവൈസ്, ചെറിയ ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ദാറ്റ് കണക്റ്റഡ് ടു ദ കീബോർഡ്, നമ്മുടെ കീബോർഡോട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്, ടു ദ PC ആൻഡ് സേവ് എവരി കീ സ്ട്രോക്ക് ഇൻ ടു ദി ഫയൽ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീ സ്ട്രോക്കിനെയും ഒരു ഫയലായിട്ട് ഒരു മെമ്മറി സൂക്ഷിച്ച് വെക്കും. ഫയൽ ഓർ ഇൻ മെമ്മറി ഓഫ് ദി ഹാർഡ്വെയർ. ആ ഹാർഡ്വെയർ ഡിവൈസിൻ്റെ മെമ്മറിയിലോ അല്ലെങ്കിൽ അതൊരു ഫയലായിട്ടോ സൂക്ഷിച്ച് വെക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹാർഡ്വെയർ കീ ലോഗർ എന്ന് പറയും. വേറൊന്നുമില്ല, നമ്മുടെ കീബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് വെക്കും. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീവേഡുകളെയും അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അത് പിന്നീട് അവർക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ എന്ത് കീയൊക്കെയാണ് ടൈപ്പ് ചെയ്തതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് നമ്മുടെ സിസ്റ്റത്തിൽ അവർ ഹാക്കർക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഹാക്കർക്ക് നമ്മുടെ സിസ്റ്റമായിട്ടൊരു ഫിസിക്കൽ ആക്സസ് വേണം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ സിസ്റ്റം അവർ എടുത്താൽ ആക്സസ് ചെയ്ത് നമ്മുടെ ഈ ഹാർഡ്വെയർ ഡിവൈസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സോഫ്റ്റ്വെയർ കീ ലോഗർ എന്ന് പറയും. അവർ പീസ് ഓഫ് സ്റ്റെൽത്ത് സോഫ്റ്റ്വെയർ ദാറ്റ് സിറ്റ് ഇൻ ബിറ്റ്വീൻ ദ കീബോർഡും നമ്മുടെ കീബോർഡ് ഹാർഡ്വെയറിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കീ സ്ട്രോക്കുകളും അവർ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഈ കീ ലോഗർ ഫിസിക്കൽ ആക്സസ് ഒന്നും വേണ്ട. അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നമ്മൾ ഹാർഡ്വെയർ കീ ലോഗറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അവൻ ഫിസിക്കൽ ആക്സസ് ചെയ്ത് നമ്മളറിയാതെ നമ്മുടെ സിസ്റ്റത്തിൽ അത് അവൻ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു മാനുവലി. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറസ് ഡ്രോപ്പേഴ്സ് ഇല്ലേ, ട്രോജൻ പോലുള്ള വൈറസ് ഡ്രോപ്പേഴ്സ് ഈ സോഫ്റ്റ്വെയർ കീ ലോഗറിനെ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. ചിലപ്പം വൈറസായിട്ട് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ കീ ലോഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞിരുന്ന് മനസ്സിലാക്കിയെടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ സോഫ്റ്റ്വെയർ രീതിയിൽ നമുക്കിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീസിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാർഡ്വെയർ രീതിയിലും കീസിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് കീ ലോഗേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി ഇതൊക്കെ ചെയ്യാനായിട്ട് കുറേ ടൂളുകൾ നമ്മൾ പറഞ്ഞല്ലോ, കുറേ ടൂളുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ആ ടൂളുകളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണ്, ഈ വൈറസ് ഡ്രോപ്പേഴ്സ് പോലുള്ള ഡ്രോപ്പിംഗ് സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ടായിരിക്കും. ഇനി ഇങ്ങനെയുള്ള കുറേ ഹാക്ക് ചെയ്യാനുള്ള ജനറൽ ടൂളുകളെ കുറിച്ച് പറയാം. ഇപ്പോൾ സ്പെക്ടർ എന്ന് പറഞ്ഞൊരു ടൂൾ, സ്പൈവെയർ ഉണ്ട്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ മോണിറ്റർ ചെയ്യും. നമ്മളൊരു ക്യാമറ പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന ഒരു സ്പൈവെയറാണ് സ്പെക്ടർ എന്ന് പറയും. സ്പെക്ടർ ഓട്ടോമാറ്റിക്കലി ടേക്ക് ഹൺഡ്രഡ്സ് ഓഫ് സ്നാപ്ഷോട്ട് എവറി അവർ. ഓരോ മണിക്കൂറിലും ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്നാപ്ഷോട്ട് എടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് കമ്പ്യൂട്ടർ സേവ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സ്പെക്ടർ എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റർ എന്ന് പറയുന്നത് വേറൊരു സ്പൈ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഇമെയിലുകളെ മുഴുവൻ നിരീക്ഷിക്കും. സ്പൈ എനിവെയർ എന്ന് പറയുന്നൊരു വേറൊരു ടൂളാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ യൂസറുടെ ആക്ഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത് വേറൊരു ഹാക്കിംഗ് ടൂളുകളാണ് സ്പൈവെയർ എന്ന് പറയും. പറഞ്ഞത് ഇനി നമ്മൾ ഒന്ന് രണ്ട് ഈ സോഫ്റ്റ്വെയർ
കീ ലോഗേഴ്സിനെ കുറിച്ച് കാണാൻ പോകുന്നത്. ഇൻവിസിബിൾ കീ ലോഗർ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കീ ലോഗറാണ്. ഇൻവിസിബിൾ കീ ലോഗർ സ്റ്റെൽത്ത് IKS എന്ന് പറയും. ഇത് പണ്ടത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിൻഡോസ് 95, 98 MB പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീ സ്ട്രോക്കിനും അവൻ ബൈനറി ഫയലായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും, സിസ്റ്റത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. പിന്നെയുള്ള ഫിയർലെസ് കീ ലോഗർ എന്ന് പറയുന്നത് ഒരു ട്രോജനാണ്. അതൊരു മെമ്മറി ക്യാപ്ചർ ഓൾ യൂസർ കീ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കീസും അവൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്ത് മെമ്മറി സൂക്ഷിച്ച് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കീ ലോഗറാണ് ഫിയർലെസ് കീ ലോഗർ എന്ന് പറയും. പിന്നെയുള്ള ഇമെയിൽ കീ ലോഗർ എന്ന് പറയുന്നത് എല്ലാ ഇമെയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഇമെയിൽസിൻ്റെ ലോഗം അവൻ തയ്യാറാക്കി വെക്കും. എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന സെൻഡറുടെ പേര്, സെൻഡറുടെ നെയിം, റെസിപ്പിയൻ്റ്, സബ്ജക്റ്റ്, ടൈം ആൻഡ് ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു കീ ലോഗറാണ്, സോഫ്റ്റ്വെയർ കീ ലോഗറാണ് ഇമെയിൽ കീ ലോഗർ എന്ന് പറയുന്ന സാർ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ട് നമുക്കൊരു കീ ലോഗിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നീട് ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ ഇതിൽ ബാക്കി വരുന്ന എക്സ്ട്രാ എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എക്സാക്ട് വർക്കിംഗ് ഡീറ്റെയിൽസും അങ്ങനെ ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. ഇപ്പോൾ ഇത്രയും ബേസിക്കായിട്ട് കീ ലോഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കീ ലോഗർ അതിൽ യൂസ് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയർ ടൂളുകളാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ.